ഹായ് എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളൊരു ദിവസം എല്ലാവരും എന്ന് പറഞ്ഞാൽ ഫഫ, ഗോപി, പൂത്തോട്ട്, അബിയേട്ടൻ, കൃഷ്ണ ആൻഡ് മീ നമ്മൾ വിഴിഞ്ഞം പോയി. വിഴിഞ്ഞം ടെക്നോ പാർക്കിലുള്ളവർ വിഴിഞ്ഞം പോകുന്നത് അത്ര വലിയ സംഭവമൊന്നുമല്ല. ബട്ട് സ്റ്റിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാൻ ഫിഷ് കഴിക്കില്ല, അതുകൊണ്ട് എനിക്ക് വിഴിഞ്ഞം അത്രയ്ക്ക് പോകാൻ അത്ര താല്പര്യമില്ല. അപ്പോൾ ഈ പീപ്പിൾ പോകാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പം എന്നെയും കൂടെ വിളിച്ചു. ആൻഡ് ഐ വാസ് ഓൺ മൈ പീരീഡ്സ് ഡേ 1. ഞാനപ്പോൾ നല്ല പെയിനായിരുന്നു, അത് വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പോകണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചു. ദെൻ ഐ ഡിസൈഡഡ് ടു ഗോ. ഓക്കെ, പോവാം. ഫ്ലാറ്റിലിരുന്നാൽ പെയിനായിരിക്കും, പുറത്തോട്ടിറങ്ങിയാൽ കുറച്ചുകൂടി റിലാക്സ് ചെയ്യാം. പെയിൻ കുറേ എത്തൊന്നുമില്ലെങ്കിലും നമുക്ക് കുറച്ചുകൂടി മൈൻഡ് ഫ്രീ ആക്കാമല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെയാണ് മിക്കവാറും ഞാൻ പീരീഡ്സിൽ പുറത്തിറങ്ങുക. റെയറാണ്, ബട്ട് സ്റ്റിൽ ഞാൻ പോയി. ഒരു ചലഞ്ചായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങളവിടെ പോകുന്ന സമയത്ത് ഇതെന്താണെന്ന് പറഞ്ഞാൽ, ഞാനൊരു ഷോർട്ട് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്, അവർ രണ്ടാളും ഷോർട്ട്സ്, പിന്നെ മുന്നേ പോകണം 3 ആളും ജീൻസ് ആയിട്ടേക്കുന്നത്. അപ്പം നമ്മളൊരു 2 ടീമായിട്ട് തിരിഞ്ഞു. ഷോർട്ട്സ് ടീം ആൻഡ് പാൻസ് ടീം. അങ്ങനെയൊക്കെ ചുമ്മാ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. അവിടെ ഒരു പള്ളിയിൽ പെരുന്നാളോ എന്തോ സംഭവമായിരുന്നു, നമുക്ക് മനസ്സിലായില്ല. മുസ്ലിം പള്ളിയായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് ഭയങ്കരമായിട്ട് ഇതിൽ കേൾക്കുന്നുണ്ട്. അതാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാനുള്ള മെയിൻ റീസൺ. പിന്നെ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ട് നടക്കുക. ഫോർ ഈറ്റിംഗ് ബെസ്റ്റ് ഫിഷ് എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അവർ ഏതൊക്കെയോ റീൽസ് കണ്ടു, അങ്ങനെ പോകാമെന്നൊക്കെ വിചാരിച്ചതാണെന്ന് തോന്നുന്നു. ബിക്കോസ് ഞാൻ അത്ര ഫിഷ് കഴിക്കുന്ന ആളല്ല എങ്കിലും എൻ്റെ ഫീൽഡിൽ ഇടയ്ക്കിടയ്ക്ക് ഫിഷിൻ്റെ കാര്യങ്ങൾ വന്നിട്ട് വിഴിഞ്ഞത്തെ ഫുഡ് വ്ളോഗ്സ് വരാറുണ്ട്. അപ്പം ഞാൻ കണ്ടിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഇവർ പോകുന്നത്. എനിക്കറിയില്ല ഇവർ റീല് കണ്ടിട്ടാണോ വന്നതെന്ന്. പൂത്തോട്ടിൻ്റെ കള്ള ലക്ഷണമൊക്കെ ഇതിലുണ്ട്. പൂത്തോട്ട് കയറിയപ്പോൾ ക്യാമറ എടുത്താൽ ഇതേ ഫേസാണ്. ഇറ്റ്സ് വെരി ഫണ്ണി ആണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. ഗോപി ഈസ് വെരി സപ്പോർട്ടീവ്. ഗോപിക്ക് ഞാൻ വ്ളോഗ് എടുക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അടുത്ത് പറയും നമുക്ക് വ്ളോഗ് എടുക്കാമെന്നൊക്കെ. ഓക്കെ, നമ്മൾ ഫൈനലി അവിടെ എത്തി. അപ്പോൾ ഫഫയാണ് നമ്മുടെ ലീഡ് ചെയ്യുന്ന എല്ലാ ഫുഡിൻ്റെ കാര്യത്തിലും മിക്കവാറും. അങ്ങനെ നമ്മളിങ്ങനെ പോയി ഒരു കടയിൽ വന്നു. അവിടെ പോയി ഇനി സാൽമൺ ഫുഡ്, സീ ഫുഡ് എന്ന് പറഞ്ഞിട്ടുള്ള കടയായിരുന്നു അത്. അബിയേട്ടൻ എന്തൊക്കെയോ ഞാൻ ചോദിക്കുന്നുണ്ട്, പക്ഷേ സൗണ്ട് ഭയങ്കര ലോയാ, അതുകൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. അവിടെ ഫിഷ് അവിടെ ഗ്രില്ല് ചെയ്യുന്നുണ്ട്, നമ്മളത് കണ്ടു. ഐ തോട്ട് എനിക്ക് സ്മെല്ല് പറ്റത്തില്ലായിരിക്കും എന്ന്, പക്ഷേ കുറച്ച് ആക്ച്വലി ഫസ്റ്റ് ടൈം കാർ ഇതിൽ പോയപ്പം ചുമ്മാ ഒന്ന് ഗ്ലാസ് തുറന്നപ്പോൾ ഭയങ്കര സ്മെല്ലായിരുന്നു. എനിക്കത് പറ്റുമോ ഇല്ലയോ എന്ന് തന്നെ ഡൗട്ടായിരുന്നു. പക്ഷെ ഞാൻ പോയി. എനിക്ക് മീനിൻ്റെ ആ ഒരു വേകുന്ന മണം കുറച്ച് പാടാണ്. പിന്നെ ആ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൊരു മണവും കുറച്ച് പാടാണ്. പിന്നെ നമ്മളതിൻ്റെ മേലെ പോയി. അവിടെ വൈബായിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു ഇരിക്കാൻ. നമുക്ക് ഈ ഒരു സീറ്റ് കിട്ടി. അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവർ ഫിഷ് ഓർഡർ ചെയ്തു കേട്ടോ. ഏതോ ഒരു ഫിഷ് ഓർഡർ ചെയ്തു, എനിക്കറിയില്ല എൻ്റെ പേര്. ആൻഡ് എനിക്കൊരു ചിക്കൻ ഫ്രൈ ഓർഡർ ചെയ്തു. പിന്നെ അപ്പം ഒക്കെയാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അവിടെ നമ്മൾ പറഞ്ഞു, എന്നിട്ടാണ് നമ്മൾ മേലെ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ ഇരിക്കാമെന്ന്. അപ്പോൾ അവരിപ്പോൾ എണീക്കുകയെന്ന് അവർ പറയുക. അപ്പോൾ നമുക്ക് അവിടെ പോയി ഇരിക്കാമെന്ന് അവർ പറഞ്ഞു. അപ്പം വി ആർ വെയിറ്റിംഗ് ഫോർ ദ ഫുഡ്. പക്ഷേ നമ്മളുടെ മെയിൻ ഫോക്കസ് ആ സീറ്റ് അവരെണീറ്റിട്ട് അവിടെ പോയിരിക്കാനാണ്. കൃഷ്ണൻ എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന സ്വഭാവം. ഇതാണ് അവിടുത്തെ വ്യൂ, ഭയങ്കര ലൈറ്റ്. ആക്ച്വലി അത് ഇപ്പം ഞാൻ കാണിക്കുന്ന സ്ഥലം ഫുള്ള് സീ ആണ് കേട്ടോ. ഹാർബറോ എന്തൊക്കെയൊക്കെയോ കുറേ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ന്യൂസിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവം. അതാണ് ഫുള്ള് ഫിഷിംഗ് ബോട്ട്സാണ് അവിടെ കിടക്കുന്നതൊക്കെ. കണ്ണിൽ കാണാമായിരുന്നു, ഫോണിൽ അത്ര കാണുന്നില്ല. പിന്നെ എന്തോ പൂത്തോട്ട് പറയുന്നുണ്ട്, എന്താണെന്നറിയില്ല. പൂത്തോട്ടിന് ഇഷ്ടമല്ല ഞാൻ വീഡിയോ എടുക്കുന്നത്. ഹി ഡസൻറ്റ് ലൈക്ക് ക്യാമറ.
പൂത്തോട്ട് നല്ല കുറേ മൈക്രോ എക്സ്പ്രഷൻസ് ഒക്കെ ഇടും, പക്ഷേ അറിയാതെ ഇടും. പക്ഷേ അത് പൂത്തോട്ടിന് ഇഷ്ടമല്ല, അത് ലോകത്തെ കാണില്ല. ഗോപിയും കൃഷ്ണയും കൂടെ എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്. ഐ ഡോണ്ട് നോ വാട്ട് ദേ ആർ സെയിങ്. ഐ ഡോണ്ട് റിമെമ്പർ ആക്ച്വലി ഇത് എപ്പോഴാണ് എടുത്തതെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഒത്തിരി നാളായി എടുത്ത് വെച്ചിട്ട്. ഞാൻ പിന്നെ എടുക്കാം, പിന്നെ ഇടാമെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരുന്നു. മെമ്മറി ഫുള്ളായി. ഇനിയിപ്പം ഇടാതിരിക്കാതെ വേറെ നിവൃത്തിയില്ല. അതാ കണ്ട ബോട്ട്സ്, ഫിഷിംഗ് ബോട്ട്സൊക്കെ കാണാം. നമ്മൾ മറ്റേ സീറ്റിലോട്ട് വന്നു കേട്ടോ. ഒരു ഫസ്റ്റ് സീറ്റ്, റോഡിലോട്ട് വ്യൂ ഉള്ള സീറ്റിലോട്ട് വന്നു. പൂത്തോട്ട് എന്തോ പറയുന്നുണ്ട്. ഞാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ഇത് പാട്ടാണോ എന്തോ ഒരു ഫഫേക്കളേക്ക് കൊണ്ടിട്ടുള്ള പാട്ടൊക്കെയാണ്. അല്ലല്ലല്ലല്ല, ഐ ഡോണ്ട് റിമെമ്പർ. മറ്റേ കോപ്പിറൈറ്റ് കിട്ടുമെന്നൊക്കെ പറയുന്ന പൂത്തോട്ട്. മറ്റേ ആ പള്ളിയിൽ പാടുന്ന ആളുടെ കൂടെ നിന്ന് എന്തോ പാടുക. കോപ്പിറൈറ്റ് കിട്ടേണ്ടതാണ്, നോക്കാം. പ്ലീസ് ഒന്ന് നിർത്തുമോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു പൂത്തോട്ട്. ഇത് ആക്ച്വലി നമ്മൾ പോകുന്നത് എൻഗേജ്മെൻറ്റിന് മുന്നെയാണ്. അപ്പോൾ അബിയേട്ടനാണ് ഡാൻസ് ഫുള്ള് സെറ്റ് ചെയ്യുന്നത്. കുന്നിൽ ടീംസിൻ്റെ ഫുള്ള് ഡാൻസ് സെറ്റ് ചെയ്തത് അബിയേട്ടന്. അപ്പോൾ അബിയേട്ടനോട് അടുത്ത് ഞാൻ ഡാൻസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുക, ഇല്ലുമിനാറ്റി ഉണ്ടോ എന്നൊക്കെ. നമ്മളെ ഫുഡ് വന്നു. അത് ചെമ്മീൻ റോസ്റ്റ് തോന്നുന്നു. ആൻഡ് ഫൈനലി ദ ബിഗ് ഫിഷ്, എന്തോ ആവോലിയോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേരെന്ന് തോന്നുന്നു. അത് വന്നു. ഇതിപ്പോൾ ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ്. എൻ്റെ വീട്ടിലൊന്നും ഇത് അക്സെപ്റ്റ് പോലും ചെയ്യത്തില്ല. പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്തൊരു സംഭവമാണ്. അതും വീട്ടിൽ തീരെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. എൻ്റെ അമ്മ നന്നായിട്ട് ഫ്രൈ ചെയ്ത് നല്ലപോലെ ടൈം എടുത്ത് വേവിച്ച് ഫിഷൊക്കെ ഫ്രൈ ചെയ്ത്, ഫിഷല്ല ഏത് നോൺ വെജ് സാധനമാണെങ്കിലും അങ്ങനെയാണ് ചെയ്യുക. പക്ഷേ അവർ പറഞ്ഞത് ഭയങ്കര ജ്യൂസി ആയിരുന്നു, ഭയങ്കര ആ ഒരു റോ ഫിഷ് മാറി വരുന്നൊരു ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയും. അതായത് സ്ക്വിഡും ഞാൻ കഴിക്കില്ല. ആക്ച്വലി ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഞാൻ ചിക്കൻ ഫ്രൈ വെച്ച് ഐ വാസ് ഹാപ്പി. പക്ഷെ ഭയങ്കര എരിവായിരുന്നു. കണ്ണിൽ നിന്നൊക്കെ വെള്ളം നിറയായിരുന്നു. ഓൾസോ ദേ ഹാവ് ചട്നിയോ എന്തോ ഒരു ഗ്രേവി കൈൻഡ് ഓഫ് സാധനം ഉണ്ടായിരുന്നു. ഭയങ്കര എരിവായിരുന്നു. അതും ഫുൾ എരിവായിരുന്നു. എനിക്ക് എരിവും പറ്റില്ല, ഫിഷും പറ്റില്ല. ഞാൻ എന്തിനാണോ അവിടെ പോയതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ദാറ്റ് വാസ് ഗുഡ്. ഇതാണ് എൻ്റെ ചിക്കൻ ഫ്രൈ. അയ്യോ എല്ലാ വീഡിയോ ചെമ്മീൻ മാത്രം
പാടാ വരണമെന്ന് പാട്ട് കേട്ടോ വെള്ളം തീരുന്നുണ്ട് കഴിഞ്ഞല്ലോ അതിന്റെ കല്യാണത്തിന് ഇതിന്റെ ഒപ്പന പാപ്പയുടെ കല്യാണത്തിന് ജീവിതത്തിന് മോക്ഷവും തരണേ പാട്ടിക്കണമേ ശങ്കര ശങ്കര. പിന്നെ നമ്മൾ നേരെ കഴക്കൂട്ടം ബേസിക് ഉപ്പ പോയി അവിടെ നിന്ന് എന്തോ കുടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാവരും വയറ് നിറഞ്ഞിരിക്കുക. ഭയങ്കര എരിവും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ എന്തെങ്കിലും തടുത്ത കുടിക്കാമെന്ന് വിചാരിച്ച് പോയി. ഇത് രാത്രി 1 മണിക്ക് 2 മണിക്കുള്ള റോഡിൽ കിടന്നുള്ള പ്രഹസനാണ്. ഫോട്ടോ എടുക്കുക ഫഫ പൂത്തോട്ടിൻ്റെ ഫോട്ടോ ഇസ് സോ ഗുഡ്. അത് കാഴ്ചയിലെ ചെക്കനെ പോലെ ഉണ്ടല്ലേ, കാഴ്ചയിലെ മിസ്സിംഗ് ആയിട്ട് വരുന്നത്. ഗൈസ് നമുക്ക് പോവാം. പക്ഷെ ഞാൻ സംസാരിച്ചില്ല വ്ളോഗില്, സംസാരിച്ചില്ല. പൂത്തോട്ട് സംസാരിച്ച വോയിസ് ഓവർ ചെയ്യത്തില്ല, നമ്മള് സംസാരിച്ചില്ല. വാ എന്തെങ്കിലും പറ. പൂത്തോട്ട് അടച്ചോ. Show some love in the form of like and comments. കാണുന്നുണ്ടെങ്കിൽ പൂത്തോട്ട് 2 മണിക്ക് പുറത്താണ്. 2 മണിയല്ല, ഇത് ഉച്ചയാണ്. അടയ്ക്കാം. അല്ല നമുക്ക് ഞാൻ ഹൃദയം തരണേ, കൂട്ടുകൂടണേ. ഈ ഒരാങ്കൂട്ടം പാറുവാണ്. This is 2:30 in the AM. You know that he is. വയലന്റ് ആവുന്നു. That guy. കിട്ടി. He is a fraud. You should accept it. അതെന്നെ എനിക്ക് കൃഷ്ണനോടും പറയാനുള്ള. അതിന്റെ അല്ല എന്നാലും